അപ്പോൾ നീനുവിന് ഇന്ന് 2 മണിക്കാണ് കേട്ടോ ഡ്യൂട്ടി. അതുകൊണ്ട് 12 മണിയായപ്പോൾ അവൾ പോയി. ഇനി നമ്മൾ ഒരുപാട് പണികൾ നമ്മളെ കാത്തു നിൽക്കുന്നുണ്ട്. ഞാൻ വേഗം കിച്ചണിക്ക് ഓടിപ്പോയി, ഫുഡൊന്നും ഉണ്ടാക്കിയിട്ടില്ല. അപ്പോൾ ഇന്ന് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഐറൂസ് രാവിലെ വന്നിട്ടുണ്ട്. അവനിന്ന് ഉറക്കമൊന്നും റെഡി ആവാത്തതുകൊണ്ട് ഒരു 2 കെട്ടൊരു അവസ്ഥ നേരത്താണ് ഉറങ്ങിയതിട്ട്. ഒന്നില്ലെങ്കിൽ ഉച്ചക്ക് ഒരു 2 മണി 3 മണി ആ സമയത്താണ് ഉറങ്ങാറ്. ഇപ്പോൾ ഇന്ന് രാവിലെ ഉറക്കമൊന്നും റെഡി ആവാത്തതുകൊണ്ട് ഇപ്പോൾ നീന് പോയപ്പോൾ തന്നെ 12 മണിയൊക്കെ ആയപ്പോൾ തന്നെ ഉറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ വേഗം അവൻ കളിപ്പാട്ടങ്ങളും കാര്യങ്ങളൊക്കെയാണ് ഒന്നായിട്ട് വലിച്ചിട്ടിട്ടുണ്ട്. അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാണ്ട്. ഇതൊക്കെ സാധാരണ ഇതുമ്മാണ് എടുത്ത് വെക്കൽ. ഇതുമ്മിന് ഇപ്പോൾ 1-2 ഫ്രണ്ട്സുകൾ അവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ ഓലപ്പോൾ കളിച്ചുകൊണ്ട് ഓളോട് പറഞ്ഞിട്ട് കേൾക്കണില്ല കേട്ടോ. പിന്നെ ഞാൻ അതൊക്കെ ഒന്ന് പൊറുക്കി എടുത്ത് വെച്ചു. വേഗം കുറച്ച് അലക്കാനുള്ളതൊക്കെ ഞാൻ അവിടെ ഇങ്ങനെ വാതിലിൻ്റെ അടുത്ത് കൊണ്ട് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ വേഗം അലക്കാനുള്ളതൊക്കെ ഇട്ടു, അതവിടെ അലക്കിക്കൊണ്ട് കേട്ട്. അപ്പോൾ നമുക്ക് ബാക്കി ക്ലീനിങ് പരിപാടികളൊക്കെ ചെയ്യാം. അപ്പോൾ ഒരുപാട് പാത്രങ്ങൾ കഴുകാനും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ ഇന്ന് പറയുമ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും ഉണ്ടാക്കിയിട്ടില്ല, എന്നാലും പാത്രങ്ങൾക്ക് ഒരു കുറവില്ല കേട്ടോ. പക്ഷേ ഞാൻ അത് കഴുകാൻ നിൽക്കാതെ വേഗം അടിച്ചു വാരാൻ വേണ്ടി പോകുന്നു. ഇത് ഞാൻ രാവിലെ തന്നെ അടിച്ചു വാരലും തുടക്കലൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു, മുൻഭാഗവും കാര്യങ്ങളൊക്കെ. പക്ഷേ ഇത് ഐറൂസ് കഴിച്ചിട്ട് പിന്നെ ഫുഡൊക്കെ കഴിച്ച് ഒരുപാട് നിലത്തൊരുവന്ന് വീണിട്ടുണ്ട്. അപ്പോൾ ഓറുമ്പോൾ ഒന്ന് വരണ്ടല്ലോ എന്ന് കരുതിയിട്ട് അവിടെ ഒന്ന് അടിച്ചു വാരണേ ഉള്ളൂ. പിന്നെ എഴുന്നേറ്റ് വരുമ്പോൾ ഇനി അവിടെ കളിക്കുമ്പോഴായിരിക്കും പിന്നെ വീണ്ടും എറുമ്പൊക്കെ ഉണ്ടെങ്കിൽ അവനെ കടിക്കുമല്ലോ. അപ്പോൾ ഞാൻ അവിടെയൊക്കെ ക്ലീൻ ചെയ്ത് അടിച്ചു വാരി വന്ന് പിന്നെ പാത്രങ്ങളൊക്കെ കഴുകാൻ വേണ്ടി നിന്നു കേട്ടോ. കുറേ പാത്രങ്ങളുണ്ട്, എനിക്കറിയില്ല ഈ പാത്രങ്ങൾ ഇങ്ങനെ നിറയാനുള്ള കാരണം എന്താണെന്ന്. കാരണം ചായ ഉണ്ടാക്കുക, വീണ്ടും ചായ ഉണ്ടാക്കുക, പിന്നെ എല്ലാവരും ഫുഡൊക്കെ കഴിച്ച പ്ലേറ്റും കാര്യങ്ങളൊക്കെയാണ്. രാവിലെ നമ്മൾ ഇന്ന് മോള് കൊണ്ടുവന്ന ആ ഒരു എന്താ പറയുക റൈസ് ആയിരുന്നല്ലോ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന്. അപ്പോൾ അതുള്ളതുകൊണ്ട് നമുക്ക് പറയുമ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും ഉണ്ടാക്കേണ്ടി വന്നിട്ടില്ല. അപ്പോൾ ഉച്ചയ്ക്ക് ഞാൻ കരുതി ചിക്കൻ ഉണ്ട്, ചിക്കൻ കറി ഉണ്ടാക്കാം. പിന്നെ രാവിലെ ചോറ് കഴിച്ചതുകൊണ്ട് ദോശ പോലെ ഗോതമ്പ് ദോശയാണ് ഞാൻ ഉണ്ടാക്കിയത്. അപ്പോൾ അതൊക്കെ ഒന്ന് ഉണ്ടാക്കി സെറ്റായപ്പോഴേക്കും മോളും ഐറൂസും എഴുന്നേറ്റ് വന്നു കേട്ടോ. വന്നിട്ട് തന്നെ ഓക്ക് എന്തോ കടല തിന്നാനൊരു പൂതി എന്നും പറഞ്ഞിട്ട് ഇതുമൂനെ കൊണ്ട് കടല കൊണ്ടേൽപ്പിച്ചിട്ട് അതിനൊപ്പം തന്നെ ഐറൂസിന് മിൽക്കി ബാറിൻ്റെ ചോക്ലേറ്റ് കൊണ്ടുവന്നിട്ടോ. അങ്ങനെ ഞങ്ങൾ കടലും കഴിച്ചു കൊടുക്കുമ്പോഴാണ് വീണ്ടും ഓൺലൈനിൽ നിന്ന് സാധനങ്ങൾ വന്നത്, ബുക്ക് ചെയ്ത സാധനങ്ങളൊക്കെ എത്തിയത്. അപ്പോൾ ഇത് പിന്നെ മോളൂൻ്റെ ടീഷർട്ട് കേട്ടോ. രാവിലെ വന്നത് നീനുവിൻ്റെത് മാത്രമേ വന്നിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ വന്ന് തന്നെ അതൊക്കെ പൊട്ടിക്കുന്നുണ്ട്. എന്തായാലും അതിൻ്റെ വീഡിയോ ഞാൻ സെപ്പറേറ്റ് ഇടാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ. പിന്നെ ഞങ്ങൾ വൈകുന്നേരത്തെ വീഡിയോസാണ് പിന്നെ ഞാൻ എടുത്തത്. അപ്പോൾ വൈകുന്നേരം അതാ നല്ല ചായ ഉണ്ടാക്കി, പഴംപൊരി ഉള്ളിവടയൊക്കെ ആവശ്യത്തിന് മാത്രം കൊണ്ടുവന്നത്. അപ്പോൾ ഞങ്ങളുടെ 2 തൊട്ടത് ഇതുമ്മ കഴിച്ചു. അതൊന്നും വീഡിയോയിൽ എടുക്കാൻ പറ്റിയില്ല. ഐറൂസിനാണെങ്കിൽ ഭയങ്കര ഇഷ്ടമായിട്ടോ പഴംപൊരി. അപ്പോൾ ഇവിടെ വരുമ്പോൾ ഞാൻ പഴംപൊരി ഒരു കൊണ്ടേ കൊടുക്കും. ഉള്ളിവട ഇഷ്ടമാണ്, പക്ഷേ ഉള്ളിവടയിൽ ഈ പച്ചമുളക് എപ്പോഴാണ് കടിക്കാന്ന് അറിയില്ലല്ലോ എന്ന് കരുതിയിട്ട് ഞാൻ പിന്നെ അത് കൊടുക്കില്ല. പക്ഷേ ഒരു പഴംപൊരി കൊടുത്തപ്പോൾ അങ്ങനെ സന്തോഷമൊന്നും ആയില്ല കേട്ടോ. കാരണം ഉള്ളിവടക്കായിരുന്നു ഒരു പൂതി. എന്തായാലും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെടുക.